എന്ന 2 അക്ഷരം കേട്ടാൽ, CBI എന്ന 3 അക്ഷരം കേട്ടാൽ, ചെയ്തു പോയ തെറ്റുകളുടെയും തട്ടിപ്പുകളുടെയും പാപഭാരത്താൽ കുനിഞ്ഞ ശിരസുമായി BJPയുടെ ആഫീസിലേക്ക് അഭയം തേടി വരുന്ന ആർജവമല്ലാത്ത കോൺഗ്രസിന്റെ നേതാക്കളെ മാത്രമേ BJP കണ്ടിട്ടുള്ളൂ, നരേന്ദ്രമോദി കണ്ടിട്ടുള്ളൂ. തുടക്കം മുതൽ സംഘപരിവാരത്തിന്റെ വർഗീയ നിലപാടുകൾക്കെതിരെ ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പതാക ഇന്ത്യയിൽ പാറിപ്പിക്കുന്ന, മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ഈ ചിഹ്നമായി ഈ കേരളത്തെ നിലനിർത്തുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കരുത്ത്, അതിന്റെ നേതാക്കന്മാരുടെ സ്ഫടിക സമാനമായ സുതാര്യമായ രാഷ്ട്രീയ ജീവിതം, അതൊന്നും നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ അവരുടെ കൂട്ടാളികൾക്കോ സ്വപ്നം കാണാൻ കഴിയില്ല. അവര് ഇന്ത്യയെ അഴിമതിക്കാരായ കോൺഗ്രസ് നേതാക്കളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അളിയനെ രക്ഷിക്കാനായി കോടികൾ ഇലക്ട്രൽ ബോണ്ട് BJPക്ക് കൊടുക്കുന്ന മറ്റേ അളിയനെ മാത്രമേ നരേന്ദ്രമോദി കണ്ടിട്ടുള്ളൂ. അവസാന ശ്വാസം വരെ വർഗീയതയ്ക്കെതിരെ പൊരുതി നിൽക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ കരുത്ത് വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല ഉത്തരേന്ത്യയിലായതുകൊണ്ട്. നിങ്ങൾ സുവേന്ദു അധികാരിയെ പിടിച്ച, ഹിമന്ത ബിശ്വ ശർമ്മയെ പിടിച്ച, നാരായൺ റാവയെ പിടിച്ച ആ ED എന്ന വേട്ടപ്പെട്ടവരുടെ മുന്നിൽ പേടിച്ചു പോകുന്നയാളെന്ന പിണറായി വിജയൻ എന്ന് മനസ്സിലാക്കിക്കൊള്ളണം, BJP മനസ്സിലാക്കിക്കൊള്ളണം. ഇതിൽ BJPക്ക് മാത്രമല്ല പങ്ക്. തിരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ വന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എന്തായിരുന്നു? രാഷ്ട്രീയത്തിന്റെ ബാലപാഠമെങ്കിലും അറിയുന്ന ഒരു കോൺഗ്രസ് നേതാവ് സംസാരിക്കുന്ന ഭാഷയാണോ രാഹുൽ ഗാന്ധിയിൽ നിന്നുണ്ടായത്? അദ്ദേഹം പറയുന്നു, എന്തുകൊണ്ട് പിണറായി അറസ്റ്റ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ജയിലടയ്ക്കുന്നില്ല? വർഗീയതയ്ക്കെതിരെ, BJPക്കെതിരെ ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികൾ, ജനാധിപത്യ കക്ഷികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് രൂപം കൊണ്ട ഇന്ത്യ എന്ന കൂട്ടായ്മയുടെ നേതാവാണ് രാഹുൽ ഗാന്ധി എന്നാണ് വെയ്പ്പ്. ആ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് ആശയടിത്തറ ഉണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇന്ത്യയിലെ ഇടതുപക്ഷ കക്ഷികളാണ്, ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. ആ ഇടതുപക്ഷത്തിന്റെ നേതാവിനെ ജയിലിലടയ്ക്കാത്തത് എന്തോ എന്ന് ഇന്ത്യ കൂട്ടായ്മയുടെ മറ്റൊരു നേതാവ് ചോദിക്കുകയാണ്. സാധാരണഗതിയിൽ അങ്ങനെ ചിന്തിക്കാൻ കഴിയും. കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിക്കുന്നത് മനസ്സിലാക്കാം. തന്നോടൊപ്പം ഇന്ത്യയിലെ മതനിരപേക്ഷ കൂട്ടായ്മയുടെ നേതാവായി പ്രവർത്തിക്കുന്ന ഒരാളെ എന്തുകൊണ്ട് ED അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം എത്രമാത്രം രാഷ്ട്രീയമായ അപക്വതയാണ്. ആ അപക്വമായ നിലപാട് ബംഗാളിൽ സ്വീകരിച്ചതിന്റെ ഭാഗമായി ഇന്ത്യ കൂട്ടായ്മ തന്നെ ബംഗാളിൽ ശിഥിലമായി പോയി. അങ്ങനെ പോയില്ലേ? രാജ്യവ്യാപകമായി കോൺഗ്രസ് നേതാക്കളെയും ED വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യമാണ് ED ഏറ്റെടുത്തിരിക്കുന്നത്. ഏത് കേസിലാണ് ചോദ്യം ചെയ്യേണ്ടത്? ഏത് കേസിലാണ് അറസ്റ്റ് ചെയ്യേണ്ടത്? പിണറായി വിജയന്റെ പേരിൽ ഏത് ഏജൻസിയാണ് FIR ഇട്ടിട്ടുള്ളത്? ഏത് ഏജൻസിയാണ് സമൻസ് അയച്ചത്? ഈ ചോദ്യങ്ങൾക്കൊന്നും ആർക്കും മറുപടിയില്ല. സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ വേട്ടയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്, രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. എന്നാൽ സംഘപരിവാരത്തിന്റെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി സ്വന്തം പേരിലും കോൺഗ്രസ് നേതാവ് കൂടിയായ മാതാവിന്റെ പേരിലും ഉൾപ്പെടെയുള്ള, സഹോദരിയുടെയും അനിയന്റെയും പേരിൽ ഉൾപ്പെടെയുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകൾ എല്ലാം ഇപ്പം മെല്ലപ്പോക്കാണ്. അത് വാദ്രയുടെ ഭൂമി വെട്ടപ്പായാലും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രതികളായ നാഷണൽ ഹെറാൾഡ് കേസായാലും എല്ലാം ഇപ്പൊ മെല്ലപ്പോക്കാണ്. എവിടെയും എത്താതെ നിൽക്കുകയാണ്. തടി രക്ഷപ്പെടുത്താൻ സംഘപരിവാരവുമായി ഒത്തുതീർപ്പുണ്ടാക്കി ഇന്ത്യ കൂട്ടായ്മയെ ദുർബലപ്പെടുത്തുന്ന ആത്മഹത്യാപരമായ രാഷ്ട്രീയ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ പ്രതിഫലനമാണ് കേരളത്തിൽ. ഇപ്പൊ ചിലരെല്ലാം ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ താമസിക്കാത്തത്? എന്തുകൊണ്ടാണ് കണ്ടോൺമെന്റ് ഹൗസ് ഒഴിയാത്തത്? ക്ലിഫ് ഹൗസ്
ഇപ്പോ അറ്റകുറ്റപ്പണി നടക്കുകയാണത്രേ. മലയാള മനോരമ ചാർത്തിക്കൊടുത്ത പുതിയ പേരാണ് അറ്റകുറ്റപ്പണി. ഇതുവരെ മോടി പിടിപ്പിക്കൽ എന്നായി. അപ്പൊ ഒരു വിധ മോടി പിടിപ്പിക്കലും വേണ്ട എന്ന് നിയുക്ത മുഖ്യമന്ത്രിയായ ഘട്ടത്തിൽ ശ്രീ വി ഡി സതീശൻ പറഞ്ഞു പോലും. അതോടുകൂടി മോടി പിടിപ്പിക്കൽ അവസാനിപ്പിച്ചു. ഇനി അറ്റകുറ്റപ്പണിയാണ്. അസാമാന്യമായ തൊലിക്കെട്ട് വേണം ഇങ്ങനെയെല്ലാം വാദിക്കാൻ. പക്ഷെ ചിലർക്ക് അത് ജന്മസിദ്ധമായി കിട്ടിയത് കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാനിടയില്ല. ഒരു മോടി പിടിപ്പിക്കലും വേണ്ടെന്ന് പരസ്യമായി പ്രതികരിച്ചിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി പിന്നെ ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറ്റാത്തത്? ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ മാറ്റിയാൽ കണ്ടോൺമെന്റ് ഹൗസ് ഒഴിയേണ്ടി വരും. അങ്ങനെ ഒഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായും കണ്ടോൺമെന്റ് ഹൗസ് അനുവദിക്കും. ഈ പറയുന്ന അന്വേഷണ ഏജൻസികൾക്ക് ഇത്തരത്തിലുള്ള പരിശോധന രാമാനം നടത്താൻ കണ്ടോൺമെന്റ് ഹൗസ് പോലെ ക്ലിഫ് ഹൗസ് പോലെ പരിരക്ഷയുടെ ഇടങ്ങളിൽ ചില പ്രയാസങ്ങൾ നേരിടാനിടയുണ്ട്. അതുകൊണ്ട് കണ്ടോൺമെന്റ് ഹൗസ് ഒഴിഞ്ഞു കൊടുക്കാതെ കുറച്ചു നാളുകളുടെ വാടകയ്ക്ക് തന്നെ താമസിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിച്ച് ഈ അന്വേഷണ ഏജൻസികൾ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതിനുള്ള നാടകം കളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതാണ് എന്ന വിമർശനം, എന്ന ആരോപണം സമൂഹത്തിൽ ഉയർന്നു വരികയാണ്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സന്ദർശിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ പരിശോധന നടക്കുന്നത്. ഏതെങ്കിലും ഒരു പരിശോധനകളെയോ കേസിന്റെയോ മുന്നിൽ ഹിമന്ത ബിശ്വ ശർമ്മയെ പോലെ, നേരത്തെ പേര് പരാമർശിച്ച കോൺഗ്രസിന്റെ നേതാക്കളെ പോലെ പേടിച്ചു പോകുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ. ഈ പരിശോധനയുടെ ഭാഗമായി ഇഡിക്കോ, ഇഡിയെ ഇങ്ങോട്ട് പറഞ്ഞയച്ച അവരുടെ സൃഷ്ടാക്കൾക്കോ പിണറായി വിജയന്റെ രോമത്തിൽ പോലും സ്പർശിക്കാനാവില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. പിന്നെ ഞങ്ങൾ എന്ത് എതിർക്കുന്നു? ഇതൊരു രാഷ്ട്രീയ നീക്കമാണ്. രാഷ്ട്രീയ നീക്കത്തെ രാഷ്ട്രീയമായി നേരിടും. ജനങ്ങളെ അണിനിരത്തി തന്നെ ഞങ്ങൾ നേരിടും. ആ കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. ഇപ്പോ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന കേസുകളെന്ന് പരിശോധിച്ചാൽ കേരളത്തിലെ മാധ്യമങ്ങളും മറുപടി പറയേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് ആദ്യഘട്ടം മുതൽ പ്രചരിപ്പിച്ചത്? കള്ളപ്പണം പണമായി തന്നെ കൈമാറിയിട്ടുള്ള കേസുകൾ നമ്മുടെ ചുറ്റുപാടും വലതുപക്ഷ രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്നാൽ കള്ളപ്പണമോ കൈക്കൂലിയോ അനർഹമായ പണമോ ബാങ്ക് അക്കൗണ്ടിലൂടെ ആരെങ്കിലും കൈമാറ്റം ചെയ്തതായി കേട്ടിട്ടുണ്ടോ? സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണോ? CMRL എന്ന കമ്പനി എക്സലോജിക്കിന് കൊടുത്തിട്ടുള്ള അണാപ്പൈ ബാങ്ക് അക്കൗണ്ട് വഴിയാണ്. ബാങ്ക് അക്കൗണ്ട് വഴി ആരെങ്കിലും തെറ്റായ ഇടപാടുകൾ നടത്തിയെന്നത് ഇന്ത്യ ചരിത്രത്തിൽ കാണിക്കാൻ പറ്റും. അപ്പോ മാധ്യമങ്ങളുടെ പിന്തുണയോടെ കോൺഗ്രസും സംഘപരിവാരവും ഉയർത്തിയ ആരോപണം GST അടച്ചിട്ടില്ല എന്നായി. ഓർമ്മയില്ലേ? GST അടച്ചിട്ടില്ല. ഒരുപാട് പ്രബോധനന്മാർ വാദോരാതെ തുടർച്ചയായി പാടിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ GST അടച്ചതിന്റെ രേഖ പുറത്തു വന്നു. അപ്പൊ പറഞ്ഞു IGST അടച്ചിട്ടില്ല, പുതിയ ആരോപണം വന്നു. അപ്പൊ IGST അടച്ചതിന്റെ രേഖയും പുറത്തു വന്നു. ഓരോ ഘട്ടത്തിലും ആരോപണത്തിന്റെ പുകമറ ഉയർത്തിക്കൊണ്ടുവരുന്നതെല്ലാം ഈ കേസിൽ പൊളിഞ്ഞു വീഴുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ പറയാണ് സേവനം കൊടുത്തിട്ടില്ല. സേവനം കൊടുത്തു എന്ന് പറയേണ്ടത് ആരാണ്? സേവനം ആവശ്യപ്പെട്ട കരാറിൽ ഏർപ്പെട്ടവരാണ്. അവർക്കങ്ങനെ ഒരു പരാതി ഉണ്ടോ? അതാണ് ചോദിക്കേണ്ടത്. ഒരു കരാറിലെ ഇരു കക്ഷികളാണ്. കരാർ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ, കരാർ പ്രകാരമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പരാതി ഉന്നയിക്കേണ്ടത്, ആരോപണം ഉന്നയിക്കേണ്ടത്, നിയമ നടപടി സ്വീകരിക്കേണ്ടത്. അങ്ങനെ ഒരു പരാതി ഉണ്ടോ? അങ്ങനെ ഒരു ആരോപണം ഉണ്ടോ? യഥാർത്ഥത്തിൽ ഒരു രേഖയുമില്ലാതെ ബാങ്ക് വഴിയല്ലാതെ കേരള മന്ത്രിസഭയിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർക്ക് CMRL പണം കൊടുത്തു എന്നത് പുറത്തുവന്ന വാർത്തകൾ മാത്രമല്ല, ആരോപണ വിധേയരായ നേതാക്കൾ, ഇന്നത്തെ മന്ത്രിമാർ പരസ്യമായി സമ്മതിച്ചതാണ്, ഞങ്ങൾ പണം വാങ്ങിയിട്ടുണ്ട് എന്ന്.
അത് വ്യവസ്ഥാപിതമായാണോ, ബാങ്ക് അക്കൗണ്ട് വഴിയാണോ, പാർട്ടി ഫണ്ടിലേക്കാണോ? അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിൽ നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ള കണക്കിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? യഥാർത്ഥ തട്ടിപ്പിന്റെയും അഴിമതിയുടെയും സാമ്പത്തിക ക്രമക്കേടിന്റെയും പുറകെ പോകാതെ മുഖ്യമന്ത്രിയുടെ മകളാണ് ഒരു കമ്പനിക്ക് നേതൃത്വം കൊടുത്തിരുന്ന ആൾ എന്ന ഒറ്റ കാരണം കൊണ്ട് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയെയും മുന്നണിയെയും സംശയത്തിന്റെ പുകമറയിൽ ഒരു പ്രതീതിയിൽ നിർത്താൻ എന്ന രാഷ്ട്രീയമാണ് ബിജെപിയും കോൺഗ്രസും ഒരു വിഭാഗം മാധ്യമങ്ങളും ഇപ്പൊ പയറ്റിക്കൊണ്ടിരിക്കുന്നത്.